എവിടെ നോക്കിയാലും അറേബ്യൻ പുഡിങ്ങാടാ. അപ്പോൾ വിചാരിച്ചു പിന്നെ നമുക്കെന്താ ഉണ്ടാക്കിക്കൂടെയെന്ന്. പിന്നെ ഇഷ്ടംപോലെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ വെച്ചൊരു അറേബ്യൻ പുഡിങ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് മാംഗോ അറേബ്യൻ പുഡിങ്. ഇത് എങ്ങനെ ഇരിക്കും കണ്ടറിയാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അതങ്ങനെ ചൂടായി വരുമ്പോഴേക്കും കസ്റ്റാർഡ് പൗഡർ, അതിലേക്ക് 1.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തണുത്ത പാലും ആഡ് ചെയ്ത് അതിന് ശേഷം ഈ പാല് ചൂടാകുന്ന പാലിലേക്ക് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു ലിക്വിഡ് ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് വാനില എസൻസും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം, അത് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് ഒന്ന് ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഈ മാംഗോ എല്ലാം എടുത്ത് ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യലാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കഷ്ണം ബ്രെഡിലേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റാർഡ് മിൽക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അടിച്ചെടുത്ത മാംഗോ ഇല്ലേ, ആ മാംഗോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇതായിട്ട് വരുന്ന സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇടുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വലിയൊരു ഐഡിയ ഒന്നും ഇല്ലടാ, എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് ഈ വീഡിയോ എടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക, ഒരു കൈ കൊണ്ട് ക്രീം ആഡ് ചെയ്യുക, ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു ഇതായിട്ടുണ്ടായിരുന്നില്ല ഡെക്കറേറ്റ് ചെയ്തത്. ഫ്ലോപ്പായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, സാധനം ടേസ്റ്റായിരുന്നേ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഡെക്കറേഷൻ അത്ര പോരടാ, എനിക്ക് വലിയ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും വലിയൊരു ഐഡിയ ഒന്നും ഇല്ലടാ. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആൽമണ്ടാണ് ഇട്ടത് കേട്ടോ. ആൽമണ്ടും പിന്നെ പിസ്ത ഉണ്ടായിരുന്നില്ല, പിന്നെ കാഷ്യൂ ഇട്ടു, പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മാംഗോസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അത് ഒരു ദിവസം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഞാനൊന്ന് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും അനിയൻ വന്നു, അവനെ കൊടുക്കുകയാണ് കേട്ടോ. ഒരുവിധം ഒന്നും നല്ലതെന്ന് പറയൂല, തിന്നു കഴിഞ്ഞിട്ട് പറയും വലിയ ഗുണമൊന്നും ഇല്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇതെന്തോ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ മോനും കൊടുത്തു. സ്പൂണ് കഴുകേണ്ട വിചാരിച്ചിട്ട് കത്തി കൊണ്ടാണ് കേട്ടോ മുറിക്കുകയും ചെയ്ത് അതിൽ തന്നെ കഴിക്കുകയും ചെയ്തു.